നമസ്കാരം. ഹൂതികൾ യമനിൽ നിന്നുകൊണ്ട് ഇസ്രയേലിനെ വീണ്ടും ആക്രമിച്ചിരിക്കുന്നു. നാലാമത്തെ പ്രാവശ്യമാണ് ദീർഘദൂര മിസൈലുകളിലൂടെ ഹൂതികൾ ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുന്നത്. ഈ ആക്രമണമെല്ലാം തന്നെ എയറിൽ വെച്ച് തന്നെ നിർവീര്യമാക്കാൻ ഇസ്രയേലിൻ്റെ വിഖ്യാതമായ ഈ ആൻറ്റി മിസൈൽ സംവിധാനങ്ങൾക്ക് അയൺ ഡോമിന് കഴിയുന്നു. പക്ഷേ ഈ ആക്രമണം ഒരു വാർത്ത പോലും അല്ലാതെ മാറുകയാണ്. കാരണം മുൻപാണെങ്കിൽ ഹൂതികളുടെ ഭാഗത്തു നിന്നൊരു ആക്രമണം വലിയൊരു വാർത്തയായി മാറുമായിരുന്നു. എന്തുകൊണ്ടാണത് വാർത്തയല്ലാതെ പോകുന്നത്? അത് മാത്രമല്ല, ഇസ്രായേൽ ഇപ്പോൾ സിറിയയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വൻ ആക്രമണങ്ങൾ, കഴിഞ്ഞ ദിവസം അതിശക്തമായ ഒരു സ്ഫോടനം സിറിയയുടെ പടിഞ്ഞാറൻ തീരപ്രദേശമായ ലത്താക്കിയയുടെ സമീപം യഥാർത്ഥത്തിൽ ടാർട്ടൂസ് എന്ന മേഖലയിലുണ്ടായി. റെക്ടർ സ്കെയിലിൽ 3 രേഖപ്പെടുത്തിയ പ്രകമ്പനമുണ്ടായി ഭൂമിയിൽ. സത്യത്തിൽ ആകാശത്തു നിന്ന് വരുന്ന ഒരു ഒബ്ജക്റ്റും ഭൂമിയിൽ ആ രീതിയിലുള്ള പ്രകമ്പനം ഉണ്ടാക്കാറില്ല. ഭൂഗർഭ അറകളിൽ നിന്ന് വരുന്ന തരംഗങ്ങൾ മാത്രമാണ് റെക്ടർ സ്കെയിലിൽ ഒരു 2-3 അതിന് മുകളിലുള്ള തരംഗങ്ങൾ സൃഷ്ടിക്കുന്നത്. പക്ഷേ അത്രയ്ക്ക് ഭീകരമായിരുന്നു ഇസ്രായേലിൻ്റെ ആക്രമണം. അതും കാര്യമായ ചർച്ചയാകാതിരുന്നതിൻ്റെ കാരണം എന്താണ്? മധ്യപൗരസ്ത്യ പ്രദേശം പൂർണ്ണമായി ഒരു അസന്തുലിത രീതിയിലാണ്, ഒരു സംഘർഷത്തിൻ്റെ പാതയിലാണ്. അതുകൊണ്ട് വീണ്ടും ഹയർ ഡോസുകൾ വരുമ്പോൾ പോലും അത് വാർത്തയല്ലാതാകുന്നു. പക്ഷേ ഈ വീഡിയോയുടെ ഉദ്ദേശം യഥാർത്ഥത്തിൽ മധ്യപൗരസ്ത്യ പ്രദേശത്ത് വരുന്ന അൾട്ടിമേറ്റ് ചേഞ്ചുകളെക്കുറിച്ചാണ്. അണയാൻ പോകുന്നതിന് മുൻപുള്ള ആളിക്കത്തൽ സംഘർഷം മിക്കവാറും അവസാനിക്കുന്നതിൻ്റെ ഒരു രൂപമാകുന്നു. അതേ ഒരു പുതിയ സംഘർഷം രൂപപ്പെട്ടില്ല എങ്കിൽ നിലവിലുള്ള സംഘർഷം, കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ 7, 2023 തുടങ്ങിയ ഒരു പുതിയ അധ്യായം എവിടെയെങ്കിലും ഒന്ന് കൊണ്ടെത്തിക്കണമല്ലോ. വഞ്ചി തിരുനക്കരത്തിൽ നിന്നാൽ പോരല്ലോ, ഒരു കടവിൽ ആ വഞ്ചി എത്തിക്കണമെങ്കിൽ ഒരുപാട് സാഹചര്യങ്ങൾ ഒരുമിച്ച് വരണം. അതിലൊരു പ്രധാന സാഹചര്യം എന്ന് പറയുന്നത് ഒക്ടോബർ 7 ആക്രമണ വിധേയമായ ഇസ്രയേലിന് ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് തങ്ങളുടെ സുരക്ഷ എന്ന നാഷണൽ സെക്യൂരിറ്റി പാരഡൈമാണ്. ആ സുരക്ഷാ ഭീഷണി വരുന്ന 5 പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. അതിലൊന്ന് യമനിലെ ഹൂതികളുടെ ഭാഗത്തു നിന്ന്, അത് വളരെ അകലെയാണ്, അതൊരു ഇമ്മിനൻറ്റ് ത്രെട്ടല്ല. ആ മിസൈലുകളെ തടുക്കാൻ ഇസ്രായേലിന് കഴിയും. ഹൂതികൾ കരമാർഗം ആക്രമണം നടത്താൻ സാധ്യതയില്ല. കാരണം സൗദി അറേബ്യയുടെ ഭൂമി മുഴുവൻ ഇസ്രായേലിനും യമനും ഇടയ്ക്കുണ്ട്. അതുകൊണ്ട് അത് സാധ്യതയില്ല. അതേസമയം ടെറിറ്റോറിയൽ കണ്ടിന്യൂറ്റിയുള്ള ഭൂമിശാസ്ത്രപരമായി അടുത്ത് കിടക്കുന്ന വടക്കുള്ള ലെബനിൽ നിന്നുള്ള ഹിസ്ബുള്ളയുടെ ആക്രമണവും പടിഞ്ഞാറുള്ള ഗസയിൽ നിന്നുള്ള ഹമാസിൻ്റെ ആക്രമണവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തൃണവൽക്കരിക്കാനാവില്ല. ഈ 3 വിഷയങ്ങളും ഒരു പാക്കേജായി കണ്ടുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ട് പോയി. അതിൻ്റെ ഒരു കൾമിനേഷൻ പോയിൻ്റാണ് സിറിയയിൽ കണ്ടത്. സിറിയയിൽ ഒരു ഭരണമാറ്റത്തിന് ബഷർ അൽ അസദിൻ്റെ 50 വർഷത്തോളം നീണ്ട ബാത്ത് പാർട്ടിയുടെ ഭരണം, 30 വർഷത്തിലധികമായി തുടരുന്ന ബഷർ അൽ അസദിൻ്റെ പതനം, ഇതെല്ലാം തന്നെ കാട്ടുന്നത് ഇസ്രായേൽ കരുക്കൾ നീക്കുന്നത് ദീർഘകാല ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇസ്രായേലിനറിയാം, ജോർദാൻ എന്ന അയൽ രാജ്യം, കിഴക്കുള്ള രാജ്യത്തു നിന്ന് കാര്യമായ ഒരു ആക്രമണമോ വലിയ രീതിയിലുള്ള നുഴഞ്ഞുകയറ്റമോ ഉണ്ടാകാൻ സാധ്യതയില്ല. പൂർണ്ണമായി ജോർദാനെ ഒരു മയപ്പെടുത്തി വെച്ചിരിക്കുകയാണ് ഇസ്രായേൽ. തെക്ക് ഈജിപ്തുമായി ഒരു തർക്കവും നിലവിലില്ല. മുൻപ് 1967 ആർദിന യുദ്ധത്തിൽ കൈവശപ്പെടുത്തിയ ഈജിപ്തിൻ്റെ സൈനായ് മരുഭൂമി തിരിച്ചു കൊടുത്തു. ഈജിപ്തുമായി ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി 1978 തന്നെ ഏർപ്പെട്ട് ഈജിപ്തുമായി സൗഹൃദം പുലർത്തുന്ന ഇസ്രായേലിനെ കണ്ടു. ആദ്യ അറബി രാജ്യമാണ് ഈജിപ്റ്റാണ്. ഇസ്രായേലുമായി സൗഹൃദം പുലർത്തുന്ന ആദ്യ അറബി രാജ്യം. അപ്പോൾ ഈജിപ്റ്റ് ഇപ്പോഴും സൗഹൃദത്തിൽ തന്നെയാണ്, ഒരു ആക്രമണം പ്രതീക്ഷിക്കുന്നില്ല. ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള ഇപ്പോൾ കരാർ, 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ, ഒരുപക്ഷെ അത് ഭാവിയിലും പ്രശ്നമുണ്ടാകാം. പക്ഷേ തൽക്കാലത്തേക്ക് വെടിനിർത്തലാണ്. ലെബനൻ എന്ന രാജ്യം നിർദോഷിയായ രാജ്യമാണ്. അവിടുത്തെ ഭരണകൂടം ഒരിക്കലും ഇസ്രായേലിനെതിരെ തിരിയില്ല. പിന്നെയുള്ളത് അയൽ രാജ്യങ്ങൾ, അതിർത്തി പങ്കിടുന്ന പിന്നീടുള്ള ഏക അയൽ രാജ്യം സിറിയയാണ്. അത് മാത്രമല്ല, സിറിയയുമായി ഉള്ള തർക്കത്തിൻ്റെ പ്രധാന കാരണം ഗോലാൻ കുന്നുകളുടെ നിയന്ത്രണാവകാശമാണ്. 1967 യുദ്ധത്തിൽ ഇസ്രായേൽ സിറിയയിൽ നിന്നും പിടിച്ചെടുത്ത പ്രദേശങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടതാണ് ഗോലാൻ കുന്നുകൾ. ഇസ്രായേലിൻ്റെ വടക്ക് കിഴക്കൻ പ്രദേശത്താണ് ഗോലാൻ കുന്നുകൾ. ആ കുന്നുകൾ ഏതാണ്ട് 16,000-ഓളം ചതുരശ്ര കിലോമീറ്ററുള്ള, നല്ല ഉയരമുള്ള, 1600-ഓളം മീറ്റർ ഉയരമുള്ള ഒരു പീഠഭൂമിയാണ് ഗോലാൻ കുന്നുകൾ. അവിടെ
മൊട്ടക്കുന്നുകളും പാറക്കെട്ടുകളും ഉഷരഭൂമിയൊക്കെയാണ്. പക്ഷേ അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ വളരെ വലിയ തോതിൽ ഫെർട്ടൈലായ ഒരു മണ്ണാണ് അവിടെ, നല്ലപോലെ ഫലഭൂയിഷ്ടമാണ്. ഇസ്രയേലിൻ്റെ കയ്യിൽ അതെത്തുമ്പോൾ ലഭിക്കുന്ന ഒരു അഗ്രികൾച്ചറിനൊക്കെ ലഭിക്കുന്ന ഒരു മേൽക്കൈ അത് വളരെ പ്രധാനമാണ്. ആ പ്രദേശത്തിൻ്റെ അതായത് ഗോലാൻ കുന്നുകളുടെ 2/3 ഭാഗവും ഓൾറെഡി ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇസ്രയേലിൻ്റെ കൈവശമാണ്. ഇപ്പോൾ ഇതാ സിറിയയിലെ അസ്ഥിരത, ബാഷർ അൽ അസദിൻ്റെ പതനം, അതേ തുടർന്നുണ്ടായ ശക്തമായ ഇസ്രയേലി ആക്രമണം, സിറിയയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണം, അതിന് ഇസ്രയേൽ പറയുന്ന കാരണം സിറിയൻ സൈന്യത്തിൻ്റെ കൈവശമുണ്ടായിരുന്ന, അതായത് ബാഷർ അൽ അസദിൻ്റെ കൈവശമുണ്ടായിരുന്ന രാസായുധങ്ങൾ, ജൈവായുധങ്ങൾ, അതീവ വിനാശകാരിയായ കൺവെൻഷണൽ വെപ്പൺസ്, ഇതിൻ്റെ വൻ ശേഖരം ഇപ്പോൾ ഭരണത്തിലെത്തുന്ന HTS ഹയത്ത് തെഹ്രീർ അൽ ഷാം എന്ന സംഘടനയുടെ കയ്യിലേക്ക് എത്താൻ പാടില്ല. ആ സംഘടന ഇപ്പോൾ സംയമനം പാലിക്കുന്നു. പക്ഷേ നാളുകളിൽ ഒരുപക്ഷെ ഹിസ്ബുള്ളയേക്കാൾ ശക്തമായി ഇസ്രയേലിനെതിരെ തിരിയാനുള്ള സാധ്യതയുണ്ട്. കേവലം 25,000 പേര് മാത്രമുള്ള ഒരു മിലിഷ്യയാണ് അത്. എന്നാൽ ഹിസ്ബുള്ള ഏതാണ്ട് 1,00,000 പേരുള്ള ഒരു മിലിഷ്യയാണ്. പക്ഷേ 25,000 പേരെ വെച്ചുകൊണ്ട് ഒരു ഭരണത്തിലേക്ക് നേരിട്ടെത്തുമ്പോൾ കൂടുതൽ കൺസോളിഡേറ്റഡ് ആകാനുള്ള സാധ്യതയുണ്ട്. ഈ ആയുധങ്ങൾ അവരുടെ കൈവശമെത്തിയാൽ ഉറപ്പായി ഇന്നല്ലെങ്കിൽ നാളെ ഇസ്രയേലിനെതിരെ പ്രയോഗിക്കപ്പെടും. അതുകൊണ്ട് സാധ്യത മുളയിലേ ഞുള്ളുക. ഇതാണ് ഇസ്രയേൽ ചെയ്ത കാര്യം. അതിനായി നടത്തിയ അതിഭീകരമായ വ്യോമാക്രമണം പല സെൻറ്റേഴ്സിലായിട്ട് നടക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അത് ലതാക്കിയയുടെ സമീപമാണ് നടന്നത്. ആ ആക്രമണത്തിൻ്റെ കേന്ദ്ര ബിന്ദു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പടിഞ്ഞാറൻ സിറിയയാണ്. നോക്കൂ, ലെബനനേക്കാൾ വടക്ക് കിടക്കുന്ന തീരമേഖലയാണ് പടിഞ്ഞാറൻ സിറിയ. അത് തന്ത്രപ്രധാനമായ മേഖലയാണ്. അവിടെയാണ് ടാർട്ടൂസ് എന്ന സ്ഥലത്ത് ഉള്ള സിറിയൻ താവളം. ആ താവളത്തിൽ ഒരുപാട് സൈനിക സാന്നിധ്യമുണ്ടായിരുന്നു. ആ പ്രദേശം, അതായത് ടാർട്ടൂസ് ആകട്ടെ, ലതാക്കിയ ആകട്ടെ, ഇതെല്ലാം തന്നെ പ്രധാനമായും ബാഷർ അൽ അസദിൻ്റെ വംശമായ അത് ഷിയ വിഭാഗക്കാർക്ക് മുൻതൂക്കമുള്ള ഒരു വിഭാഗമാണ്. അലവി ഷിയ എന്ന് പറയും. അത് ഷിയായുടെ ഒരു സബ് സെക്റ്റാണ്. അലവികൾക്ക് നിർണായക റോളുള്ള, പ്രാധാന്യമുള്ള, അവരുടെ കൈവശം ഭൂമിയുള്ള, അധികാരഘടനയിൽ അവർക്ക് വലിയ പങ്കാളിത്തമുള്ള കണ്ണായ സ്ഥലങ്ങളാണ് സിറിയയുടെ പടിഞ്ഞാറൻ ഭാഗം. 11% സിറിയയുടെ ജനസംഖ്യയും അലവികളാണ്. അപ്പോൾ അവരെ പ്രതീക്ഷിച്ചാണ്, അവരുടെ ഒരു പിന്തുണ ബാഷർ അൽ അസദും അദ്ദേഹത്തിൻ്റെ പിതാവ് ഹഫീസ് അൽ അസദും എക്കാലത്തും ഉണ്ടായിരുന്നത് കൊണ്ടാണ് സിറിയയിൽ ദീർഘകാലം 5 പതിറ്റാണ്ടിലേറെ ആ ഫാമിലിക്ക് ഭരണത്തിൽ തുടരാൻ കഴിഞ്ഞത്. അതുകൊണ്ട് പലായനം ചെയ്യേണ്ടി വന്നപ്പോഴും തലസ്ഥാനമായ ദമാസ്കസിൽ നിന്നും ബാഷർ അൽ അസദ് ആദ്യം പോയത് അവിടേക്കാണ്, പടിഞ്ഞാറൻ സിറിയയിലെ ആ പ്രദേശത്തേക്കാണ് പോയത്. അവിടുത്തെ വ്യോമതാവളത്തിൽ, റഷ്യക്കാരുടെ വ്യോമതാവളം അവിടെയുണ്ട്, നാവിക സാന്നിധ്യമുണ്ട്. ആ മേഖലയിലെ, മെഡിറ്ററേനിയൻ മേഖലയിലെ റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ നാവിക വ്യോമ കേന്ദ്രമാണ് സിറിയയുടെ പടിഞ്ഞാറൻ മണ്ണിലുള്ള ആ കേന്ദ്രങ്ങൾ. അവിടേക്കാണ് ബാഷർ അൽ അസദ് പോയത്. സ്ഥിതി പന്തിയല്ല എന്ന് കണ്ടുകൊണ്ട് റഷ്യൻ വിമാനത്തിൽ കയറ്റി പെട്ടെന്ന് മോസ്കോയ്ക്ക് കൊണ്ടുപോവുകയായിരുന്നു ബാഷർ അൽ അസദിനെ. കഴിഞ്ഞ ദിവസം ബാഷർ അൽ അസദിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രസ്താവനയും വന്നു. അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്ന ഇപ്പോഴും താൻ സിറിയൻ പ്രസിഡൻ്റാണ്. സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ അസദ് പറയുന്നത് എന്തെന്നാൽ, ഇപ്പോൾ സിറിയ തീവ്രവാദികളുടെ കയ്യിലേക്ക് പോയിരിക്കുന്നു. ഞാനിപ്പോഴും സിറിയയുടെ പ്രസിഡൻ്റാണ്. സിറിയയുടെ ജനതയോട് എനിക്ക് ഐകദാർഢ്യമുണ്ട്. ഞാനൊരു നാൾ തിരിച്ചു വരുമെന്ന രീതിയിലാണ് അസദിൻ്റെ ഭാഗത്ത് മോസ്കോയിൽ നിന്നുള്ള പ്രസ്താവന വന്നത്. അതെന്ത് തന്നെയായിരുന്നാലും ശരി, റഷ്യ ഇപ്പോൾ ഒരു വൈതരണിയിലാണ്. റഷ്യക്ക് ചരിത്രപരമായി സിറിയയുമായി ബന്ധമുണ്ട്. ആ ബന്ധം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ബാഷർ അൽ അസദിൻ്റെ പിതാവ് ഹഫീസ് അൽ അസദിൻ്റെ സമയത്ത് തുടങ്ങിയ ബന്ധമാണ്. ആ ബന്ധം ബാത്ത് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ബന്ധമാണ്. ഒരു സോഷ്യലിസ്റ്റ് പശ്ചാത്തലമുള്ള രാഷ്ട്രീയ കക്ഷിയാണ് ബാത്ത് പാർട്ടി. ആ പാർട്ടി ഒരിക്കൽ അധികാരം പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ന്യായമായ തെരഞ്ഞെടുപ്പുകളോ അധികാര കൈമാറ്റം ഒന്നും നടന്നില്ല. അത് മറ്റൊരു കാര്യം. ഏകാധിപതികളാണ് പിന്നീട് ഭരിച്ചത്. പക്ഷേ സിറിയയിൽ മാത്രമല്ല, ഈജിപ്തിലും അൾജീരിയയിലും ട്യൂണീഷ്യയിലും ഒക്കെ തന്നെ, ലിബിയയിലും ഇറാഖിലെ സദ്ദാം ഹുസൈൻ പോലും ബാത്ത് പാർട്ടിക്കാരനായിരുന്നു. അപ്പോൾ ബാത്തിസ്റ്റ് ഐഡിയോളജി പല രൂപത്തിൽ ഈ വടക്കൻ ആഫ്രിക്കൻ, പടിഞ്ഞാറൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു. അവയെല്ലാം താങ്ങി നിർത്തിയിരുന്നത് ചരിത്രപരമായി റഷ്യയാണ്. അവശേഷിക്കുന്ന ബാത്തിസ്റ്റ് തുരുത്തായിരുന്നു സിറിയ. ആ സിറിയയിലെ ബാഷർ അൽ അസദിൻ്റെ നിഷ്കാസനം കഴിയുമ്പോൾ പുതിയ ഒരു ഭരണകൂടം റഷ്യ വിരുദ്ധ, സ്വാഭാവികമായി റഷ്യ വിരുദ്ധ നിലപാടാണ് എടുക്കേണ്ടത്. പക്ഷേ അവർ കമാന്നൊരക്ഷരം
റഷ്യൻ സൈനിക സാന്നിധ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അവരാകെ പറഞ്ഞിരിക്കുന്നത് അബു മുഹമ്മദ് അൽ ജുലാനി എന്ന പുതിയ ഡിഫാക്ടോ സോവറിൻ പറഞ്ഞ HTSന്റെ തലവൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ സേന പിന്മാറണം, പക്ഷേ റഷ്യൻ സേന ഉടനടി പിന്മാറണം എന്ന് പറഞ്ഞിട്ടില്ല. ഭാഗികമായ സേന പിന്മാറ്റം നടന്നുകൊണ്ടിരിക്കുന്നു, പക്ഷേ പൂർണ്ണമായ റഷ്യൻ പിന്മാറ്റം നടന്നിട്ടില്ല. കാരണം രണ്ട് കൂട്ടരും ഇസ്രയേലിൻ്റെ ആക്രമണ സമയത്തും റഷ്യൻ താവളങ്ങൾക്ക് നേരെ ആക്രമണം സംഭവിച്ചിട്ടില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. അബദ്ധത്തിൽ പോലും ഈ പാർക്ക് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഹാങ്കറിൽ കിടക്കുന്ന ഒരു റഷ്യൻ വിമാനത്തിന് നേരെയോ അല്ലെങ്കിൽ തുറമുഖത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ഒരു റഷ്യൻ പടക്കപ്പലിന് നേരെയോ ഒരു മിസൈൽ പോലും ഇസ്രയേലിൽ നിന്നും പതിച്ചില്ല. സോ ഇസ്രയേൽ ഈസ് ട്രെഡിങ് very cautiously. Russia also does not want to engage with Israel on a war footing. അതുകൊണ്ട് പതിയെ സമാധാനം സ്ഥാപിക്കാനാവുമോ, റഷ്യക്ക് തുടർന്നും പുതിയ ഭരണകൂടവുമായി നീക്കുപോക്കുകളിലൂടെ തങ്ങളുടെ സൈനിക സാന്നിധ്യം അവിടെ നിലനിർത്താനാവുമോ? അത് സാധിച്ചില്ലെങ്കിൽ പോലും നയതന്ത്രപരമായി പുതിയ ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കാനാവുമോ എന്ന ചിന്തയുണ്ട്. അത് ഇസ്രയേലിനെ കുറച്ചൊക്കെ അലോസരപ്പെടുത്തുന്നുമുണ്ട്. അത് മാത്രമല്ല, ഇസ്രയേലിൻ്റെ വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ, ഓരോ ദിവസവും അതിശക്തമായ ആക്രമണമാണ് സിറിയയിൽ, വീണ് താഴെ കിടക്കുന്ന സിറിയയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണം അവസാന ആയുധശേഷിയെയും അവസാന ആയുധത്തെയും സിറിയയുടെ മണ്ണിൽ നിന്നും എലിമിനേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ സ്വസ്ഥമായി ഇസ്രയേലിന് അവിടെ അസ്തിത്വമുള്ളൂ. അത് മാത്രമല്ല, വൈദേശിക സൈന്യങ്ങൾ, ഇറാൻ്റെ ആകട്ടെ റഷ്യയുടെ ആകട്ടെ, വൈദേശിക സൈന്യങ്ങൾ പിന്തുണയ്ക്കുന്ന മിലിഷ്യകളോ സിറിയയിൽ അവശേഷിച്ചാൽ ഇസ്രയേലിനത് വൻ സുരക്ഷാ ഭീഷണി തന്നെയാണ്. ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഇസ്രയേൽ തുടർന്നും ആക്രമണം നടക്കുന്നത്. ഒരുപക്ഷെ പെട്ടെന്നൊരു നാൾ ആ ആക്രമണങ്ങൾ നിൽക്കാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കാരണം ഏതാണ്ട് പൂർണ്ണമായി ഇസ്രയേൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന ഒരു സ്റ്റേജിലാണ്. അതുകൊണ്ട് എൻ്റെ ഒരു ചിന്ത, ഒരു സമഗ്ര കോംപ്രിഹെൻസീവ് പാക്കേജായി ഇറാൻ്റെ പ്രോക്സികൾ, അത് സിറിയയിലെ ഷിയ മിലിഷ്യകളാകട്ടെ അല്ല എങ്കിൽ ഇറാഖിലെ ഷിയ മിലിഷ്യകളാകട്ടെ, അവർ രണ്ടും ഇപ്പോൾ കാര്യമായ ഒരു റോൾ ഇപ്പോൾ വഹിക്കുന്നില്ല. അവർ നിശബ്ദരാണ്. കാരണം പ്രത്യേകിച്ചും സിറിയയിൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കൂടി താല്പര്യപ്രകാരമുള്ള ഒരു ഭരണമാറ്റമാണ് നടന്നത്. അത് ചുക്കാൻ പിടിച്ചത് ടർക്കിയാണ്. അപ്പം അവിടെ മാറ്റം ഉണ്ടായപ്പോൾ ഇസ്രയേലിന് ഭാഗികമായൊരു ശാന്തതയുണ്ടായി. അതുപോലെ ഹൂതികളുടെ ഭാഗത്ത് ഒറ്റക്കൊറ്റയ്ക്കായിട്ട് വരുന്ന മിസൈലുകൾ, അത് മാത്രമാണ്, അത് വീണ്ടും തുടരാനുള്ള സാധ്യതയുണ്ട്. കാര്യമാക്കുന്നില്ല ഇസ്രയേൽ. ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും പ്രഹരശേഷിയും കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഏതാണ്ട് ഇസ്രയേൽ ലക്ഷ്യത്തോടടുക്കുന്നു എന്ന ചിന്തയുള്ളതുകൊണ്ട് ഒരുപക്ഷെ മധ്യപൗരസ്ത്യ പ്രദേശത്തിന് ഒരു കോംപ്രിഹെൻസീവ് സമാധാന പദ്ധതി ഉണ്ടാകും. അതിനാദ്യത്തെ ചുവടുവയ്പ് ഹിസ്ബുള്ളയുമായുള്ള കരാറാണ്. ഉടനടി ഹമാസുമായി ഒരു വെടിനിർത്തൽ ഉണ്ടാകാനുള്ള സാധ്യത തെളിയുന്നു. അങ്ങനെയെങ്കിൽ സിറിയയിലേക്കുള്ള ഇസ്രയേലി ആക്രമണവും കുറഞ്ഞു വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. ആ സാധ്യത അവിടെ നിലനിൽക്കെ തന്നെ സിറിയയിൽ മറ്റൊരു യുദ്ധത്തിനുള്ള കേളികൊട്ടുകൂടി ബാക്ക്ഗ്രൗണ്ടിൽ ഉയരുന്നുണ്ട്. അത് പുതിയ ഭരണകൂടമായ HTSും അതുപോലെ സിറിയയുടെ വടക്ക് കിഴക്ക് നിയന്ത്രണമുള്ള കുർദുകളും തമ്മിൽ ഒരുപക്ഷെ അടുത്ത റൗണ്ട് പോരാട്ടമുണ്ടാകാം. അതുകൊണ്ട് സിറിയ തുടർന്നും അസ്ഥിരമായി നിൽക്കാനാണ് സാധ്യത. സിറിയയുടെ കാര്യത്തിൽ പൊതുവേ സമാധാനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോഴും സിറിയയിൽ അസ്വസ്ഥതയും അസ്ഥിരതയും പടലപിണക്കങ്ങളും തുടരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഇറാനെ ഉൾപ്പെടെ കോൺഫിഡൻസിലെടുത്തുകൊണ്ട്, റഷ്യയെ കൂടെ കോൺഫിഡൻസിലെടുത്തുകൊണ്ട് ഇപ്പോൾ അമേരിക്കയും ഈജിപ്തും മധ്യപൗരസ്ത്യ പ്രദേശത്തെ മറ്റു ചില അറബ് രാജ്യങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് എടുക്കുന്ന ഒരു ഫോർമുല, ഖത്തറിൻ്റെയൊക്കെ മധ്യസ്ഥതയിൽ എടുക്കുന്ന ഒരു നീക്കത്തിൽ ചില രാജ്യങ്ങളെ പൂർണ്ണമായി, അവരുടെ താല്പര്യങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കി നിർത്തിയാൽ ശാശ്വതമായ സമാധാനം മധ്യപൗരസ്ത്യ പ്രദേശത്ത് ഉണ്ടാവില്ല തന്നെ.